ബംഗളൂരു കന്യാകുമാരി എക്സ്പ്രസിൽ തിരുവനന്തപുരം പേട്ട റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ പ്രതിയെയാണ് പോലീസ് പിടികൂടിയത്. 4 കിലോ കഞ്ചാവുമായി വലിയവേളി സ്വദേശി ബിന്ദു ഡാൻസ് ഓഫ് സംഘത്തിന്റെ പിടിയിലായി. കണ്ണൂർ സ്വദേശികളായ മുഹമ്മദ് സിയാദ്, ഷഫീർ എന്നിവരെയാണ് മെഡിക്കൽ കോളേജ് പോലീസ് കഞ്ചാവും MDMA-യുമായി പിടികൂടിയത്. വിൽപ്പനയ്ക്കായി MDMA-യുമായി പ്രതികൾ ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ട്രെയിനിലാണെത്തിയത്. തിരുവനന്തപുരം കഴക്കൂട്ടം മൺവിളയിലെ ഹോട്ടലിൽ നടന്ന പരിശോധനയിലാണ് 2 പേർ MDMA-യുമായി പിടിയിലായത്. ആറ്റിങ്ങലിൽ നിന്നാണ് പ്രതികൾക്ക് കഞ്ചാവ് ലഭിച്ചതെന്നാണ് ലഭിക്കുന്ന വിവരം. സമീപകാലത്ത് തിരുവനന്തപുരത്ത് നടന്ന വലിയ മയക്കുമരുന്ന് വേട്ടയാണ് കല്ലമ്പലത്തിയത്. നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ഇന്റർസ്റ്റേറ്റ് ബസ് പാറശാലയിൽ എത്തിയപ്പോഴാണ് പ്രതികളെ പിടികൂടിയത്. തിരുവനന്തപുരം ജില്ലയിലെ തീരദേശം കേന്ദ്രീകരിച്ച വലിയ രീതിയിലുള്ള ലഹരി സംഘങ്ങളാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായി പ്രവർത്തിക്കുന്നത്. ഇതിൽ പലതിനെയും സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരുടെ കണ്ണ് വെട്ടിച്ചു പോലും ഇന്നിവിടെ ലഹരി വ്യാപനം നടക്കുന്നുണ്ട്. സമീപകാലത്താണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ച സിന്തറ്റിക് ലഹരി വസ്തുക്കൾ കൊല്ലത്തേക്ക് കടത്താൻ ശ്രമിക്കുന്നതിനിടെ തീരദേശ ഹൈവേയിൽ വെച്ച പോലീസ് പിടികൂടിയത്. പേട്ടയിലെ ഒരു വീട്ടിൽ രഹസ്യ അറകളിൽ സൂക്ഷിച്ചിരുന്ന ലഹരി വസ്തുക്കളും പോലീസ് പിടികൂടി. നമുക്ക് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒരു വുഡൻ കബോർഡാണ്, അല്ലെങ്കിൽ ഇത് ഒരു വുഡൻ ഫ്ലോറാണ്. ഇതിന്റെ അകത്ത് എന്തെങ്കിലും ഉണ്ട് എന്നുള്ള ഒരു കാര്യം നമുക്ക് ഒരിക്കലും ഊഹിക്കാൻ പോലും സാധിക്കില്ല. പക്ഷേ ഇത് കണ്ടുകഴിഞ്ഞു മേളിൽ ഒരു സ്ക്രൂ ഉണ്ട്, മുകളിൽ ഒരു സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂ ഒന്ന് ലൂസായി കഴിഞ്ഞാൽ ഇതുപോലെ ഈ കാണുന്ന അറ നമുക്ക് തുറക്കാൻ സാധിക്കും. ഈ അറ തുറന്നു കഴിഞ്ഞാൽ കാരണം ഇതിന്റെ അകത്താണ് ഈ 13 കിലോഗ്രാം കഞ്ചാവിന്റെ ഒരു ഭാഗം സൂക്ഷിച്ചിരുന്നത്. ഈ വാഷ് ബേസിന്റെ ഉള്ളിലുള്ള അറ കണ്ടു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു ഡ്രോയറാണ്. ഇതിന്റെ അകത്ത് നമുക്ക് ബ്രഷും അതുപോലെ സോപ്പും ഒക്കെ വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അറയാണെന്ന് മാത്രമേ നമ്മൾ ഊഹിക്കുള്ളൂ. പക്ഷേ ഇത് തുറക്കാൻ സാധിക്കും. ഇത് തുറന്നു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടേക്ക് വലിയൊരു രഹസ്യ അറയാണ്. ഒരാൾക്ക് സുഗമമായി അകത്തേക്ക് കയറാൻ പാകത്തിനാണ് ഇതിന്റെ അകത്തുള്ള ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നത്. വിമാനത്താവളത്തിന് സമീപം വലിയതുറയിലെ ഒരു വീട്ടിൽ ലഹരി വസ്തുക്കൾ ഉണ്ട് എന്ന വിവരം ഇപ്പോൾ എക്സൈസിന് ലഭിച്ചിരിക്കുകയാണ്. ആ വീട്ടിൽ അവർ പരിശോധന നടത്തുന്നു. നമുക്ക് അങ്ങോട്ടേക്ക് ഒന്ന് പോകാം. വലിയതുറ എയർപോർട്ടിന്റെ സമീപത്തുള്ള ശ്രീചിത്ര നഗറിൽ നിന്നാണ് ഇപ്പോൾ 40 ഗ്രാം MDMA ഒരു വീട്ടിൽ നിന്ന് പിടികൂടിയിരിക്കുന്നത്. വലിയതുറ സ്വദേശിയായിട്ടുള്ള സാബു സേവിയറിന്റെ വീട്ടിന്റെ അകത്ത് നിന്നാണ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സംഘം ഈ 40 ഗ്രാം MDMA ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഇയാൾ മുൻപ് 12ഓളം കേസുകളിൽ പ്രതിയാണ്. അതിൽ ക്രിമിനൽ കേസുകളും അതുപോലെ MDMA കഞ്ചാവ് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ കൈവശം വച്ചതടക്കമുള്ള കേസുകളുണ്ട്. ഇപ്പോൾ നമ്മളോടൊപ്പം എൻഫോഴ്സ്മെന്റ് സാർ മുകേഷ് സാർ ചേരുന്നുണ്ട്. സാർ, ഇത് പ്രതി മുൻപും സമാന കേസുകളിൽ പ്രതിയായിട്ടുണ്ടോ? അതെ, ഇദ്ദേഹം സാബു സേവർ എന്നാണ് പേര്. പുള്ളി വലിയൂർ സ്റ്റേഷനിൽ പുള്ളിക്ക് ഒരു മാസത്തിന് മുമ്പ് പുള്ളി വലിയൂർ സ്റ്റേഷനിൽ ഒരു മീഡിയം ക്വാണ്ടിറ്റി MDMA കേസ് എടുത്തിട്ട് പുള്ളി ഇറങ്ങിയതേ ഉള്ളൂ. പുള്ളിക്ക് അല്ലാതെ തന്നെ ഒരു ക്രിമിനൽ കേസ് 10-12 ക്രിമിനൽ കേസുകളുണ്ട്. നമ്മൾ ഇൻഫർമേഷൻ കിട്ടിയാണ് നമ്മൾ വന്ന് പുള്ളിയെ കേസ് എടുക്കുന്നത്. ഇതിപ്പോ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി അളവിലുള്ള MDMA ആണ് പിടിച്ചിരിക്കുന്നത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനയായിരുന്നു. അതെ, രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനയായിരുന്നു. ഈ വീട്ടിൽ വരുമ്പോൾ ഇത് എവിടെയാണ് ഒളിപ്പിച്ചിരുന്നത്? ഇയാളുടെ പോക്കറ്റിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അങ്ങനെയാണ് നമ്മൾ എടുത്തത്. ഇനി ഇതിലുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? ഇതിപ്പം കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി അളവായതുകൊണ്ട് ഇത് ഉയർന്ന ഉദ്യോഗസ്ഥനായിരിക്കും ഇത് അന്വേഷിക്കുന്നത്. അപ്പം ഇതിന്റെ സോഴ്സ് എന്തായാലും തേടിപ്പോവും. എവിടെ നിന്നാണ് വാങ്ങിച്ചത്, ആരെന്നാണ് വാങ്ങിച്ചത്, എവിടെ നിന്നാണ് കിട്ടിയത്, അതിന്റെ അന്വേഷണം ഉണ്ടാവും. തീർച്ചയായിട്ടും മുകളിലോട്ട് എന്തായാലും അന്വേഷണം തേടിപ്പോകുന്നതാണ്. വിപണിയിൽ ഏകദേശം 1.5 ലക്ഷത്തോളം വിലയുള്ള MDMA ആണ് ഇപ്പോൾ ഈ വലിയതുറ സ്വദേശിയുടെ വാടക വീട്ടിൽ നിന്ന് പിടികൂടിയിരിക്കുന്നത്. ഇയാൾ എവിടെ നിന്നാണ് ഈ വാങ്ങിയത്, ഇത്രയും ഈ 40 ഗ്രാം MDMA വാങ്ങിയത് എന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഇനി വിശദമായ പരിശോധന നടക്കേണ്ടിയിരിക്കുന്നുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അനുപമാറിനൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.